ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലും കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലും താലൂക്ക് ആശുപത്രിയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് MGNREGS ഓഫീസിൽ ഓവർസിയർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. IT ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിജയമാണ് ഓവർസിയർ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്. BCom ബിരുദവും PGDCAയുമാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. ഓവർസിയർ തസ്തികയിലേക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷിച്ചാൽ മതി. ജൂലൈ 17-നുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പ്രൈമറി പരിരക്ഷാ പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് നഴ്സിനെ നിയമിക്കുന്നുണ്ട്. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും BCCPNുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂലൈ 17 രാവിലെ 11 മണിക്ക് മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകളുമായി ഇന്റർവ്യൂവിന് ഹാജരാവണം. അടുത്തത് എറണാകുളം ജില്ലയിൽ ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സ്, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ് തസ്തികകളിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മുഖേന താൽക്കാലികമായി നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നുണ്ട്. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ജനറൽ അല്ലെങ്കിൽ BSc നഴ്സിംഗ് ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രതിദിന വേതനം 700 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. ഇന്റർവ്യൂ നടക്കുന്നത് ജൂലൈ 17 രാവിലെ 11 മണിക്കാണ്. ഫാർമസിസ്റ്റ് തസ്തികയ്ക്ക് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ DPharm ആണ് യോഗ്യത വരുന്നത്. പ്രതിദിന വേതനം 600 രൂപയാണ്. പ്രായപരിധി 40 വയസ്സാണ്. ഇന്റർവ്യൂ നടക്കുന്നത് 19 രാവിലെ 11 മണിക്കാണ്. അടുത്തത് ലാബ് ടെക്നീഷ്യൻ തസ്തികയ്ക്ക് പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ DMLT ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രതിദിന വേതനം 650 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി 40 വയസ്സാണ്. ഇന്റർവ്യൂ നടക്കുന്നത് ജൂലൈ 20 രാവിലെ 11 മണിക്കാണ്. അടുത്തത് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരൊഴിവാണുള്ളത്. ശമ്പളം 25,000 രൂപയാണ് ലഭിക്കുക. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ITയിലുള്ള BTech അല്ലെങ്കിൽ MCA ആണ്. കൂടാതെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടുള്ള കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 21-നും 35-നും ഇടയിലാണ്. തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം 22/7/2024 മുൻപായി കമ്മീഷണർ, കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പൂങ്കുന്നം, തൃശ്ശൂർ 680002 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ നേരിട്ടോ ഇമെയിൽ വിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇമെയിൽ വിലാസം matsyaboard@gmail.com. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് വയനാട് ജില്ലയിൽ തിരുനെല്ലി ഗവൺമെൻറ് ആശ്രമ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിൽ കരാർ നിയമനം നടത്തുന്നുണ്ട്. 18-നും 44-നും ഇടയിൽ പ്രായമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, അസൽ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ജൂലൈ 18 രാവിലെ 11 മണിക്കകം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുനെല്ലി ഗവൺമെൻറ് ആശ്രമ സ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ ജൂലൈ 17 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൈക സാമൂഹികാരോഗ്യ കേന്ദ്ര ലബോറട്ടറിയിലെ ലാബ് ടെക്നീഷ്യൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ BSc MLT അല്ലെങ്കിൽ DMLT യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 18-ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പൈക സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.